സംസ്ഥാനത്ത് ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുകയും കടലിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് ശുദ്ധജലക്ഷാമം ഉണ്ടാകാൻ ഇടയാക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ പഞ്ചായത്തിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവൃത്തികളുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാഞ്ചിയാർ പഞ്ചായത്തും പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ 2025 കാഞ്ചിയാർ പഞ്ചായത്തിലെ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. വരുന്ന 2 വർഷത്തിനുള്ളിൽ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനാവശ്യമായ 725 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. അപ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധജലം ഉണ്ടാകും. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ പരിശോധിക്കുമ്പോൾ കാണുന്ന എന്താ, മനുഷ്യ വിസർജ ഘടകം ഈ വെള്ളത്തിന്റെ അംശത്തിലുള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം പരിശോധിച്ച് ശുദ്ധി വരുത്തി വെള്ളം ഉപയോഗിക്കണം. അതിന് വാട്ടർ അതോറിറ്റിയും ഗ്രൗണ്ട് വാട്ടറും ഹരിത കേരള മിഷനും എല്ലാം സഹായിച്ചുകൊണ്ട് NABL അക്രഡിറ്റേറ്റഡുള്ള ലാബുകൾ നമ്മൾ ജില്ലാ തലങ്ങളിലും അതോടൊപ്പം താഴെ തലങ്ങളിലൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശുദ്ധീകരിക്കുന്ന വെള്ളം വരുന്നതോടുകൂടി നമുക്കതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ലാതെ വരും. ഇത് ട്രീറ്റ് ചെയ്ത വെള്ളമാണ്. ഇത് ട്രീറ്റ് ചെയ്ത് 1 കിലോ ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യാൻ ഏതാണ്ട് 24 രൂപ ചെലവ് വരും. അതാണ് വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം നമ്മുടെ കുടുംബങ്ങളിൽ വേനൽക്കാലത്തും മഴക്കാലത്തും വളരെ കൃത്യതയോടുകൂടി ലഭിച്ചാൽ വീട്ടിലുള്ള അമ്മമാരുടെ വിഷമങ്ങൾ പൂർണ്ണമായും അകലും. നമ്മുടെ മലയോര ഗ്രാമത്തിലെല്ലാം ഇതിനാവശ്യമായുള്ള ഡാമിൽ നിന്നാണ് എടുക്കുന്നത്. അഞ്ചുരുളി ഡാമിൽ നിന്നെടുക്കുന്നു, ഇടുക്കി ഡാമിൽ നിന്നെടുക്കുന്നു, മലങ്കര ഡാമിൽ നിന്നെടുക്കുന്നു, പൊന്മുടി ഡാമിൽ നിന്നെടുക്കുന്നു. അങ്ങനെ ഒരു കാലത്തും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലാത്ത സോഴ്സിൽ ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസാണ്. അല്ലേ, ഫ്ലോട്ടിംഗ് അല്ലേ? ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസ്. അതിന്റെ അർത്ഥം ഡാമിലെ ജലനിരപ്പ് താന്നാൽ പമ്പ് ഹൗസ് അതിനൂടെ താഴേക്ക് പോകും. ഡാമിലെ ജലനിരപ്പ് ഉയർന്നാൽ പമ്പ് ഹൗസ് ആ കൂടെ പൊങ്ങി വരും. അങ്ങനെ ഒരു കാലത്തും ഡാമിന്റെ അങ്ങ് അവസാന തുള്ളി വരെ നമുക്ക് എടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പെരിയാർ നദിയാണ് പദ്ധതിയുടെ സ്രോതസ്. കട്ടപ്പന അയ്യപ്പൻകോവിൽ പദ്ധതിയുടെ ഭാഗമായി ആലടി കുരിശുമലയിൽ നിലവിലുള്ള ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും കൽത്തൊട്ടി, മേപ്പാറ, ലെബക്കട എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണികളിൽ എത്തിക്കുകയും ഈ സംഭരണികളിൽ നിന്നും വിതരണ ശൃംഖല വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സാലി ജോളി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, വാട്ടർ അതോറിറ്റി മധ്യമേഖല എഞ്ചിനീയർ VK പ്രദീപ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.